ഹലോ മക്കളെ, ഞാൻ വീണ്ടും വന്ന് അത്ര വെള്ളത്തിലല്ല ഞാൻ അടുക്കളയാ എന്നും ചോറിടുകയും വെള്ളം ഇടുകയും ഒക്കെ ഞാൻ ചെയ്യുന്നത്. ഇന്ന് ഞാൻ മുറ്റത്തോട്ട് ഇറങ്ങി വന്ന് ഇരുട്ടായാലും കുഴപ്പമില്ല. ഇവിടെയൊക്കെ ഞാൻ രാവിലെ തൂത്ത് വാരിയതാണ്. നിങ്ങൾക്കൊക്കെ വല്ലതും കാണാൻ പറ്റുന്നുണ്ടോ ഞാൻ തൂത്തതൊക്കെ? കേട്ടോ, എൻ്റെ കൊച്ചു വരുമ്പോൾ ഇതേ സമയമാകും. അതുകൊണ്ടാണ് ഞാൻ മുറ്റത്തോട്ടൊന്ന് ഇറങ്ങി വീഡിയോ ഇടാത്തത്. രാത്രി വല്ല കരിയിലയുടെ കീഴിൽ വല്ല പാറവലിയോ വല്ല തേള അങ്ങനെ ഇരുന്ന കൊത്തിയാൽ എന്തോ ചെയ്യും? അതുകൊണ്ട് ഞാൻ ഈ രാത്രിയില ഇപ്പോൾ ഈ വീഡിയോ ഇടുന്നത്. അത്ര വെള്ളത്തിലല്ലേ, കണ്ടോ? ഒന്നാമത് എന്നെ കാണാൻ പറ്റുന്നതുകൊണ്ട് ആർക്കറിയാം കാണാൻ പറ്റുന്നുണ്ടോ എന്ന്. ഇനിയിപ്പോൾ അതങ്ങോട്ട് അങ്ങോട്ട് കൊടുക്കുമ്പോൾ അറിയാം. അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ഞാൻ സ്വന്തമായിട്ടാണ് ഇവിടെ വീട് പിടിക്കുന്നത്, അറിയാമോ? നമ്മുടെ വീട്ടിൽ ഒരാളങ്ങോട്ട് കയറി പോകുന്നു. കണ്ട നല്ല അതൊക്കെ ഞാൻ പോവും. കണ്ട് സത്യമാണ്. കണ്ട ഇരുട്ട് എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ പ്രത്യേകിച്ച് വിശേഷം എന്താ, 3 ദിവസം കൂടി ഇന്ന് മീൻ മേടിച്ച്. പിന്നെ അത് മിച്ചർ മീനായിരുന്നു. എന്തോ നോക്കുന്നത്? അങ്ങനെ പിന്നെ മക്കളുമാരെ എല്ലാവരും ഞാൻ തിരക്കി. പിന്നെ ഇന്ന് ഞാൻ ചോറും കാപ്പിയൊന്നും ഇടുന്നില്ല കേട്ടോ. നമ്മുടെ വീടിൻ്റെ അടുത്ത് വഴികളൊക്കെ ഉണ്ട്. വഴികളൊക്കെ ഇറങ്ങി വന്നതാണ്. അപ്പോൾ ഒരു സാറ് പറഞ്ഞ് അടുക്കളയിലില്ലേ എപ്പോഴും നിന്ന് പാചകം ചെയ്യുന്നത് കാണിക്കുന്നത്, പുറത്തോട്ട് ഇറങ്ങാൻ മോള് വരുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ 6:45 ആകും. അപ്പോഴും പിന്നെ വല്ല പാറയില് തേളം കാണാൻ കിടന്നാൽ കൊത്തി അറിയാൻ പറ്റുമോ? ഈ ഓണകാലവും പിടിച്ച് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ വല്ലതും വെച്ച് വിളമ്പി കൊടുക്കണ്ടേ? എന്നിട്ട് നമുക്ക് ഓണത്തിനൊക്കെ പോകണ്ടേ തള്ളയെ തന്തേനെ കാണാൻ? എനിക്ക് പിന്നെ അച്ഛനില്ല, അച്ഛൻ മരിച്ചിട്ട് 8 വർഷമായില്ലേ, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ. എൻ്റെ അമ്മയെ കാണാൻ പോകണ്ടേ? നിങ്ങളൊക്കെ പോവുമോ? നിങ്ങളൊക്കെ തിരുവോണത്തിൻ്റെ അന്ന് രാവിലെ വീട്ടിൽ കാപ്പൂടിയൊക്കെ കഴിഞ്ഞിട്ട് രാവിലെ പിള്ളേരും പിന്നെ ഞാൻ അമ്പലത്തിൽ പോകുന്നില്ല കേട്ടോ, പിള്ളേരും എൻ്റെ അണ്ണനും അമ്പലത്തിൽ പോയിട്ട് വരും. അപ്പോഴും ഞാൻ ഇവിടെ കാപ്പിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് നമ്മളൊരു 11 മണിയാകുമ്പം ഇത്തിരി കാപ്പി എടുത്ത് പിന്നെ പിള്ളേരെയൊക്കെ ഒരുക്കി എല്ലാം റെഡിയാക്കി ഞാനും എൻ്റെ അണ്ണനും ഒരാട്ടോ വിളിച്ച് ഞങ്ങൾ എൻ്റെ വീട്ടിൽ പോകും. ഏരൂര് പോവും. ഏരൂര് പോയിട്ട് അവിടുന്ന് ഉച്ചയൂണും കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഞാനും അണ്ണനും തിരിച്ചു വരും. അല്ലെങ്കിൽ മക്കളവിടെ കിടക്കും. നമ്മളവിടെ കിടക്കില്ല. എന്ന് വെച്ചാൽ ഇവിടെ എൻ്റെ പൂച്ചക്കുട്ടികളൊക്കെ ഇവിടെ ഉണ്ടായിട്ട് ഞങ്ങളിഞ്ഞ് പോരും. പിന്നെ നിങ്ങളെല്ലാവരും പിന്നെ തള്ളമാരെ പോയി കാണണം. എന്ന് വെച്ചാൽ നമ്മൾ നോക്കിയിരിക്കും. സത്യം പറഞ്ഞാൽ ആ തള്ളയുടെ നമ്മളിവിടെ ചിലപ്പോൾ ആ തള്ളയ്ക്ക് എന്തോ ഒരു സന്തോഷമെന്നറിയാമോ? അവർ നമ്മളെടുത്ത് പറയത്തില്ല, അവരെ ആ മുഖം കാണുമ്പോൾ നമുക്കറിയാം. അതുകൊണ്ട് ഒരു വർഷം വരെ നമ്മൾ അങ്ങോട്ട് വീട്ടിലോട്ട്, നമ്മുടെ സ്വന്തം വീട്ടിലോട്ട് പോവാതെയും കൊണ്ട് നമ്മുടെ ഭർത്താവിനെയും നമ്മുടെ മക്കളെ നോക്കി നമ്മൾ ഇരിക്കുകയില്ലേ. അപ്പോഴും ഒരു ദൈവവും ഓർക്കരുത്. ചേട്ടന്മാരൊക്കെ ഭാര്യമാരെ അവരോരോ തള്ളമാരെ കൊണ്ടുവന്ന് കാണിക്കണം തിരുവോണത്തിൻ്റെ അന്ന്. എല്ലാവരും പറയും വീട് അടച്ചിട്ടിട്ട് പോകുന്നില്ലേ, എന്താ നമ്മൾ 10 മണിക്ക് നമ്മുടെ വീട്ടിലെ കാപ്പിടിയും കഴിഞ്ഞിട്ടില്ലേ നമ്മൾ ഇറങ്ങിപ്പോയി നമ്മുടെ തള്ളയുടെ അടുത്ത് പോയി അവർക്ക് കൊടുക്കാനുള്ളതും കൊടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഒരു നേരത്തെ ആഹാരം മേടിച്ച് കഴിച്ചിട്ട് വരുന്നത്. മനുഷ്യൻ്റെ കാര്യങ്ങളില്ലേ. അതുകൊണ്ട് വഴക്കൊന്നും കൂടാതെ കൊണ്ട് പോകണം. എൻ്റെ ഒരു അവസ്ഥ വെച്ച് പറയുന്നെങ്കിൽ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 10-20 വർഷം ആവാൻ പോകുന്നു. ഞാൻ അങ്ങനെയാണ് എൻ്റെ പൊന്നു മക്കളെ ചെയ്യുന്നത്. ഞാൻ ആരിനി എന്തോ പറഞ്ഞാലും ശരി തന്നെ എൻ്റെ അണ്ണൻ എന്നെ കൊണ്ടുപോകും. എന്ന് വെച്ചാൽ അറിയാം എന്ന് സ്നേഹിക്കണം ആണുങ്ങളൊന്ന് മനസ്സ് തെളിഞ്ഞ്. തിരുവോണത്തിൻ്റെ ചിലവർ പറയും ഇവിടെ പരിപാടിയൊക്കെ ഇല്ലേ പോകണ്ടെന്നൊക്കെ പറഞ്ഞാലും നമ്മൾ അത്രയും വർഷം അമ്മായിമ്മയുടെ കൂടെ അല്ലേ നിൽക്കുന്നത്. കൂടെ അല്ലെങ്കിൽ താഴെ മേലും ഒക്കെ വീട് വെച്ച് താമസിക്കുമായിരിക്കും. അപ്പം നമ്മൾ പോകണം. പിന്നെ ഒരു സാറ് പറഞ്ഞ് അടുക്കളയിൽ നിന്ന് പിന്നെ എപ്പോഴും അതില്ലേ. പിന്നെ എനിക്ക് ആയൂർ അഞ്ചലോട്ടൊക്കെ പോകാൻ ഇവിടുന്ന് ഞാൻ എൻ്റെ മലപ്പേരിൽ നിന്ന് കോഴിപ്പാലം വരെ നടന്ന് പോകുന്ന നേരത്ത് മുട്ടുവേദനയായാലും സത്യം പറഞ്ഞാൽ കാലൊക്കെ അങ്ങ് നീരായി. പിന്നെ ഒരു ദിവസത്തെ ഭയങ്കര തെണ്ണങ്ങളാ മക്കളെ. ഇപ്പോഴത്തെ അസുഖങ്ങളില്ലേ സത്യം പറഞ്ഞാൽ കണ്ടാലൊന്നും ഒരു കുഴപ്പമില്ലെങ്കിലും മറ്റുള്ള അസുഖങ്ങളെല്ലാം ഉപ്പൂറ്റി വേദനയൊക്കെയാണ്. അപ്പോഴും അല്ലെങ്കിൽ 200 രൂപ വേണം ആട്ടോ വിളിച്ച് പോകാൻ. നമുക്ക് അതിനുള്ള വരുമാനം ഉണ്ടോ? കടങ്ങളൊക്കെ ഇല്ലേ സത്യം പറഞ്ഞാൽ. അതുകൊണ്ടാണ് ഒരാൾ ഇറങ്ങിപ്പോയി കൊണ്ടുവരുന്നേ ഇല്ലേ. ഞാൻ അണ്ടി ഓഫീസിലൊക്കെ പോയിട്ടുള്ളതാണ്. ഞാൻ അണ്ടി ഓഫീസിൽ പോയിക്കൊണ്ടിരുന്നപ്പോഴായിരുന്നു എൻ്റെ അണ്ണനെ കാണാൻ വന്നതും കെട്ടിക്കൊണ്ട് വന്നതും ഒക്കെ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ആദ്യം മോനെ തിരക്കി, പിന്നെ എല്ലാവരും തിരക്കി. ഞാൻ പ്രത്യേകിച്ച് ആരെ പേരും എടുത്ത് പറയുന്നില്ല. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്.
പിന്നെ നമ്മുടെ ഏരിയ എന്ന് വെച്ചാൽ എൻ്റെ വേടമ്മ വന്ന് പാട്ടിന് വന്ന ആ സ്ഥലത്താണ് എൻ്റെ വീട്. തൃക്കോയ്ക്ക് അമ്പലത്തിൻ്റെ ഭാഗമൊക്കെ വരും. ആ കുഞ്ഞിനെ കാണാൻ പറ്റിയില്ല എന്ന് വെച്ചാൽ ഇവിടുന്ന് എൻ്റെ അണ്ണനും മോനും പോയിട്ടുണ്ടായിരുന്നു, അവർ കണ്ട്. പക്ഷേ ഞാനും മോളും വീട്ടിൽ കോഴിപ്പാലത്തായിരുന്നതുകൊണ്ട് ആ കുഞ്ഞിനെ കാണാൻ പറ്റിയില്ല. എന്നേലും ഒരു ദിവസം നമുക്ക് കാണാം ആ മോനെ. പിന്നെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല മക്കളെ. മുറ്റമൊക്കെ ഞാൻ രാവിലെ തൂത്ത് വാരിയത് ഒരു 11 മണി വരെ മേലെ പിന്നെ താഴെ മുറ്റങ്ങളും എല്ലാം തൂത്ത് വാരി മനുഷ്യൻ്റെ ഉപ്പാട് വന്നു. ഇന്ന് കാപ്പി ഇട്ടില്ല, ചായ ഇട്ടില്ല, ഒന്നും ചെയ്തില്ല. എല്ലാവരെയും ഞാൻ തിരക്കി. ആർക്കും ഒരു പിണക്കവും തോന്നരുത്. സത്യമാണ്. ഒത്തിരി ഇഷ്ടമുണ്ടായിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അത് എപ്പോഴും ഞാൻ പറയുമല്ല. എങ്കിൽ ശരി, നമുക്കിനി നാളെ കാണാം. വെക്കട്ടോ. ശരി എന്നാൽ. പിന്നെ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ നിങ്ങളുടെ നമ്മളൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ, ഓരോരോ മനസ്സ് പോലെ ഇല്ലേ. അപ്പോൾ തന്നാൽ കൊള്ളാം, തന്നില്ലെങ്കിൽ അതും കൊള്ളാം. പിന്നെ ശരി എന്നാൽ. ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവരും ഞാൻ പിന്നെ എടുത്തെടുത്ത് പറയാം. ഞാൻ പ്രത്യേകിച്ച് ആരുടെ പേരും പറയുന്നില്ല. ഞാൻ എടുത്തെടുത്ത് എല്ലാവരെയും ഞാൻ തിരക്കി. ശരത്തേ, ശരി എന്നാൽ.